ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഞങ്ങളുടെ തറവാട്ടിലുള്ള, അതായത് എൻ്റെ കോഴിക്കോടുള്ള വീട്ടിലുള്ള സാൻഡ് പേപ്പർ വൈൻ്റെ ഒരു ചെടിയാണ് കേട്ടോ. അത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചെടിയാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പം നിറച്ചും പൂക്കളുണ്ട്. അപ്പോൾ പൂക്കളില്ലാത്തൊരു സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ അച്ചമ്മയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളോട് പറയാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 40 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ജനിക്കുന്നതിനെക്കാട്ടും എത്രയോ വർഷങ്ങൾ മുമ്പ് അച്ഛൻ അത് നട്ടിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഏറ്റവും ബിഗിനിങ്ങിൽ തന്നെ, അതായത് ഗേറ്റിൻ്റെ പഴയ ഗേറ്റാണ്, എത്രയോ വർഷം പഴക്കമുള്ള ഗേറ്റാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചെടി നട്ടിട്ടുള്ളത് അച്ഛമ്മ. അപ്പം മഴയൊക്കെ ശരിക്കും ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. തുടക്കത്തിലൊക്കെ ഒഴിച്ചിട്ടുണ്ടാവണം. പിന്നെ ഒന്നും വെള്ളമൊന്നും ഒഴിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വളങ്ങൾ ചെയ്യണേയും കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പക്ഷെ ഇപ്പോൾ പൂക്കളുടെ എണ്ണം കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണ് കാണാത്ത പൂക്കൾ ഉണ്ടാകും കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാലൊരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആണ് കുറേ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തടിയുടെ ഒരു ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അത്രയും വർഷം പഴക്കമുള്ളൊരു ചെടി തന്നെയാണ്. ഇതിനൊരുപാട് പേരുകളുണ്ട്. സാൻഡ് പേപ്പർ വൈൻ എന്നാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കോമൺ ആയിട്ടുള്ള നെയിം. പിന്നെ പേർപ്പിൾ റീത്ത്, ക്വീൻസ് റീത്ത്, ബ്ലൂ പെട്രിയ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പെട്രിയ എന്നാണ് ശരിക്കും നമുക്ക് എപ്പോഴും ഇപ്പം ഇങ്ങനെ എല്ലാവരും പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കേൾക്കുന്ന പേര് സ്റ്റാർ പൂവാണ്. നമ്മൾ പറയാം സ്റ്റാർ പൂവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ. പക്ഷേ ഈ ഒരു സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് സാൻഡ് പേപ്പർ വൈനാണെന്നൊക്കെ. അപ്പം നീലമണി, അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പൂക്കൾ ആദ്യം ശരിക്കും നേരത്തെ കണ്ട ഒരു കളറാണ് ഉണ്ടാവുക. പിന്നെ ഒരു ഏകദേശം ഒരു മങ്ങൽ ഇങ്ങനെ വന്ന് ഒരു ലൈറ്റർ ഗ്രീൻ ഷെയ്ഡിലേക്കൊക്കെ മാറും. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ ഇങ്ങനെ പൂവ് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർ പോലെ, അതായത് ഒരു ഫാന് പോലെ ഇങ്ങനെ തിരിയും. ഭയങ്കര ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടോ, പിന്നെ ആ ഒരു ബ്രൗൺ കളറാണ് ഏറ്റവും അവസാനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. ഈ ബ്രൗൺ കളറായി കഴിഞ്ഞാലാണ് പിന്നെ വിത്തുകൾ ഉണ്ടാവുക. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ് കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഗ്രീൻ കളറ്, ലൈറ്റ് വൈറ്റായിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ കളറായിട്ട് മാറുന്ന ഒരു സ്റ്റേജാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത സ്റ്റേജാണ് ഒരു ബ്രൗൺ കളറായി പിന്നെ അത് വിത്തിന് പാകാവും. വിത്തിന് പാകാവെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വിത്തൊന്നും ആക്കി മുളപ്പിച്ചിട്ട് നട്ടിട്ടും ഒന്നുമില്ല കേട്ടോ. ശരിക്കും അങ്ങനെയാണത്. അതിൽ നിന്ന് വിത്തും പതിരും ഉണ്ടാകും. പതിര് നമുക്ക് വെച്ചാൽ അത് മുളക്കില്ല. പക്ഷേ അതിൻ്റെ ഉരുണ്ട ഒരു ഭാഗം ഉണ്ടാവും. ആ ഉരുണ്ട ഭാഗം ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ, അതായത് ഈ പൂവിൻ്റെ തൊട്ട താഴെയായിട്ട് ഇങ്ങനെ നല്ല ബ്രൗൺ ആയിട്ട് കാണാം. അപ്പോൾ അത് നമുക്ക് മുളപ്പിച്ച് കഴിഞ്ഞാലുണ്ടാവും. അല്ലാതെ നമുക്ക് എയർ ലെയറിങ് വഴി നമുക്ക് അങ്ങനെയും ചെടി പിടിപ്പിക്കാം. അപ്പോൾ ശരിക്കും ഈ ഒരു പേപ്പർ, സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതാ കണ്ട, നിങ്ങൾ ഒച്ച കണ്ടില്ല, കുറച്ച് ഡ്രൈ, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ആ ലീവ്സിൻ്റെ ഏറ്റവും അപ്പർ സർഫസ് ശരിക്കും നല്ല ഇങ്ങനെ റഫായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഒച്ച അങ്ങനെ കിരികിരി ഒച്ചയാണ് അല്ലേ കാണുമ്പം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പേര് സാൻഡ് പേപ്പർ എന്നുള്ള തന്നെ പേര് വന്നിട്ടുള്ളത്. ശരിക്കും ഇതിന് ഫുൾ സൺലൈറ്റാണ്. ഈ ഒരു ഭാഗത്ത് എപ്പോഴും സൺലൈറ്റാണ്. പിന്നെ ഇതിന് ഭയങ്കര വെയിറ്റായി എന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുണ്ടല്ലോ. അപ്പോൾ പൊട്ടി വീഴുമെന്നൊക്കെ ഒരു പേടിയത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിഞ്ഞ് കെട്ടും. ഒരു ഇത് വെച്ചിട്ട് വേറൊരു മരത്തുമ്പിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ വരിഞ്ഞ് കെട്ടും. എന്നുവെച്ചാൽ ഞങ്ങൾ ഈ ഒരു ഗേറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുക ചെയ്യുക ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് വെയിറ്റ് ഇങ്ങനെ പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ വർഷങ്ങളുള്ള ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ചെടി ഞാൻ ചെറുപ്പം മുതലേ ഇത് കാണുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും നല്ല എപ്പോഴും നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ. ഇതുവരെ അതിൻ്റെ എയർ ലെയറിങ് വഴിയോ അല്ലെങ്കിൽ വിത്ത് വഴി മുളപ്പിച്ചിട്ടൊന്നും നമ്മൾ ചെടികൾ പുതിയത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ നഴ്സറി പോയിട്ടിപ്പം 2-3 കളർ ഇതുണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പിങ്ക് കളർ, ഇത് 3 കളേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നട്ടിട്ടുണ്ട്. അപ്പം കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 മാസം കഴിയുമ്പം കുറച്ച് കാത്തിരിക്കണം ഇതിങ്ങനെ പൂവിടാൻ വേണ്ടിയിട്ട്. ചെറിയ ചെടീൻ്റെ പൂവിടുന്നുണ്ട്. പക്ഷേ ഒരു 6 months തന്നെ, നട്ടുടനെ തന്നെ പൂവൊന്നും കിട്ടില്ല. എന്നാൽ ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ട് പൂക്കൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നാൽ ഇത്തവണയൊക്കെ പൂക്കൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ പൂവിടുകയായിരിക്കും. ചില സമയത്ത് ഒരുപാടുണ്ടാവും പൂക്കൾ. ശരിക്കും നല്ല ഭംഗിയാണ്, ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇതിൻ്റെ കണ്ടോ വൈൻ പോലെ. അപ്പം കുറേ വൈനായി പിന്നെ കാട് പോലെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഒതുക്കി നിർത്തണം. അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ വൈനിങ് ആയിട്ട് വേറെ ഇതിലേക്കൊക്കെ ട്രെല്ലസ് പോലെയൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ആ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു അതില്ലാത്തതിനെ കൊണ്ട് മതിലാണ് പിന്നുള്ളത്. അതല്ലാത്തതിനെ കൊണ്ട് പിന്നെ നോർമലി ഇങ്ങനെ കെട്ടി ഒതുക്കി നിർത്തുക ചെയ്യുക.
പൂക്കളുടെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പല സമയങ്ങളിലായിട്ട് മഴയൊക്കെ കറക്റ്റായിട്ടില്ല. അപ്പോൾ ക്ലൈമറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കട്ടോ അതിൻ്റെ പൂക്കളിൻ്റെ ചിലപ്പം കണ്ണ് കാണാത്ത, അതായത് പച്ച ഇല കാണൂല നമുക്ക്, അത്രയും പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് എടുത്ത വീഡിയോസാണ്. അപ്പം അതായത് വെട്ടി നിർത്തിയപ്പോഴുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അതാണ് ചില സമയത്ത് ഒട്ടും പൂക്കളില്ലാത്ത കേട്ടോ. അപ്പം അങ്ങനെ കാര്യം. പിന്നെ നമ്മൾ വളങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒരു ചാണപ്പൊടിയോ അല്ലെങ്കിൽ ഒരു എല്ലുപൊടിയോ ഒന്നും കൊടുക്കുന്നില്ല. നല്ല വെയിൽ കിട്ടേണ്ടത് മാത്രം, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മഴ കിട്ടുമ്പോഴും അത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു കെയർ, നമ്മൾ പ്രത്യേകം കെയർ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.